വ്യാജസീലും ഇടപാടുകാരുടെ വ്യാജ ഒപ്പ് ഉൾപ്പെടുത്തി വ്യാജരേഖ നിർമ്മിച്ചു. ഗോകുലം ഗോപാലിനെതിരെ കേസ്. ചിട്ടിക്കേസിൽ വ്യാജസീലും വ്യാജ ഒപ്പുമടക്കം വ്യാജരേഖ നിർമ്മിച്ചെന്നാരോപിച്ച് ഗോകുലം ഗോപാലിനെതിരെ കേസ്. പെരിന്തൽമണ്ണ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് കേസെടുത്തത്. മലപ്പുറം അലനല്ലൂർ സ്വദേശി കളത്തിൽ ബഷീറും ഭാര്യ ഷീജ NPയും നൽകിയ പരാതി വ്യാജമെന്ന് ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ പ്രതികരിച്ചു. മുഹമ്മദ് ബഷീറിന്റെ പരാതിയിൽ നേരത്തെ പോലീസ് കേസെടുത്തിരുന്നില്ല. പെരിന്തൽമണ്ണ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിന് പിന്നാലെയാണ് കേസെടുത്തത്. ഗോകുലം ഗോപാലനും ഭാര്യയുമടക്കം ഗോകുലം ചിറ്റ് ഫണ്ടിന്റെ ഡയറക്ടർമാരെല്ലാം കേസിൽ പ്രതികളാണ്. ബഷീർ ഗോകുലം ചിറ്റ് ഫണ്ടിന്റെ പെരിന്തൽമണ്ണ ബ്രാഞ്ചിൽ നിന്ന് ചിട്ടിയെടുത്തിരുന്നു. ഇതിൽ 48 ലക്ഷം രൂപയാണ് അടയ്ക്കാനുള്ളതെന്ന് ബഷീറും 1,85 ലക്ഷം രൂപ അടയ്ക്കാനുണ്ടെന്ന് ഗോകുലവും വാദിച്ചതോടെ ഇരു കക്ഷികളും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു. അതിനിടെയാണ് ബഷീറും ഷീജയും വ്യാജരേഖ കേസ് നൽകിയത്. അതേസമയം ബഷീറിന്റെ പരാതി വസ്തുതകൾ മറച്ചുവെച്ചെന്നാണ് ചെയർമാൻ ഗോകുലം ഗോപാലൻ പ്രതികരിച്ചത്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. പരാതിക്കാരനായ കളത്തിൽ ബഷീറിനെയും ഭാര്യ NP ഷീജയെയും ഗോകുലം ചിറ്റ്സിനെ കബളിപ്പിച്ചതിന് കോടതി ശിക്ഷിച്ചവരാണ്. 3 ചെക്ക് കേസുകളിൽ പെരിന്തൽമണ്ണ മജിസ്ട്രേറ്റ് കോടതിയാണ് ശിക്ഷിച്ചത്. പരാതിക്കാർ ഗോകുലം ചിറ്റ്സിന്റെ പെരിന്തൽമണ്ണ ബ്രാഞ്ചിൽ നിന്നും 4 ചിട്ടികളിൽ ചേർന്ന് 1,85 ലക്ഷം രൂപ എടുത്തിരുന്നു. എന്നാൽ ചിട്ടിപ്പണം തിരിച്ചടയ്ക്കാതെ കമ്പനിയെ കബളിപ്പിക്കുകയായിരുന്നു. ചിട്ടി വിളിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ ഗഡുക്കളായി തിരിച്ചടയ്ക്കേണ്ടതാണ്. പക്ഷേ ഈ പണം തിരിച്ചടയ്ക്കാതെ ഗോകുലം ഗ്രൂപ്പിനെ അവർ വഞ്ചിക്കുകയാണ് ചെയ്തതെന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞു.